ചേട്ടാ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും വലിയ വിജയം അത് വെസ്റ്റ് ബംഗാളിലേതായിരുന്നു. ഉത്തർപ്രദേശ്, ബീഹാർ ഒക്കെ കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത്. ആ വെസ്റ്റ് ബംഗാൾ പിടിക്കുക എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലികേറാ മലയാണ് എന്ന് പല ആൾക്കാരും പറഞ്ഞിരുന്നു. കാരണം അവിടെയുള്ള ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബംഗ്ലാദേശി ഇൻഫിൽട്രേറ്റേഴ്സ്, അവിടെയുള്ള മുസ്ലിങ്ങളുടെ വോട്ട്, പോരാത്തതിന് അവിടെ ഉള്ള ഒരു ബംഗാളിലെ ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു സാഹചര്യം, ഇതൊന്നും BJPക്ക് അനുകൂലമല്ലായിരുന്നു എന്നാണ് പല ആൾക്കാരും പറഞ്ഞിരുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി കയറിയത് മുതൽ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിരുന്ന ഒരു മണ്ഡലം കൂടെയാണ് വെസ്റ്റ് ബംഗാൾ എന്നുള്ളത്. പക്ഷെ ഇത്തവണ വെസ്റ്റ് ബംഗാൾ BJP പിടിച്ചിരിക്കുന്നു. മമതാ ബാനർജിയെ ഒരു മൂലയ്ക്ക് ഒതുക്കിയിരുത്തിയിരിക്കുന്നു. അപ്പോ ഇതുവരെയുള്ള BJPയുടെ സ്ട്രാറ്റജികളൊക്കെ നമുക്കറിയാം. വെസ്റ്റ് ബംഗാളിന് വേണ്ടി BJP എന്തൊക്കെയാണ് ചെയ്തതെന്നും എന്തൊക്കെയാണ് അവിടെ BJP എടുത്ത അടവ് നയങ്ങൾ എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ നമ്മൾ അറിയാത്ത ചില കാര്യങ്ങൾ വെസ്റ്റ് ബംഗാളിനെ കുറിച്ചുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണത്? എന്താണ് ഇത്തവണ വെസ്റ്റ് ബംഗാളിൽ ഇത്ര ഒരു ഹ്യൂജ് മാർജിനിൽ BJP ജയിക്കാൻ കാരണമായത്? ഇത്തവണ പശ്ചിമ ബംഗാൾ പിടിക്കും എന്ന് പറഞ്ഞത് നമ്മൾ മാത്രമാണ് കേരളത്തിൽ പറഞ്ഞ ഒരേ ഒരു ചാനൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുശേഷം പലരും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ 17/4/2026. അത് പറയാനുള്ള കാരണം നമ്മൾ ഗണിച്ച് പറഞ്ഞതല്ല. നമുക്ക് അതിനുള്ള ഒരുപാട് സോഴ്സുകൾ നമ്മൾ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയിലൊക്കെ നമ്മൾ വളരെ വൈകിയാണ് ഞാൻ ഉറങ്ങിയത്. അത് ഒരുപാട് പേര് നന്ദി പറയാനുണ്ടായിരുന്നു. കാരണം അത്തരത്തിലുള്ള ലിങ്ക് അതിനകത്ത് ഒരാൾ DSP സാർ എന്ന് ഞാൻ വിളിക്കുന്നത് ദിനേശ് ശർമ്മ എന്ന് പറഞ്ഞ് ബീഹാർ സ്വദേശി, പട്ന സ്വദേശിയായിട്ട് ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷൻ എന്താണെന്ന് ചോദിക്കരുത്, പറയില്ല. അപ്പൊ അദ്ദേഹമുണ്ട്, അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. ഇതിപ്പോഴല്ല സംസാരിക്കാൻ തുടങ്ങി. ഞാൻ അദ്ദേഹമായിട്ട് 2021 മുതൽ ഈ ബംഗാളിന്റെ കാര്യം അദ്ദേഹം സംസാരിക്കുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നിങ്ങൾ വേറൊന്നും നോക്കണ്ട, ബംഗാളിൽ BJP ഭരണം പിടിക്കാനുള്ള നീക്കം നടത്തുന്നു. ഇപ്പൊ ഒന്നും അന്ന് അത് പറഞ്ഞു, ഇപ്പൊ ഒന്നും പറയാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, അമിത്ഷായെ ഫോളോ ചെയ്യൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അമിത്ഷായെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബംഗാൾ എങ്ങനെ BJP പിടിക്കുമെന്ന് അറിയാൻ കഴിയുമെന്ന് പറഞ്ഞു. അത് ഫോളോ ചെയ്യാൻ മാത്രമല്ല, അദ്ദേഹം അമിത്ഷാ ബംഗാളിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, പാർട്ടിയുടെ മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇട്ടു തരാറുണ്ട്. എന്തായാലും അതിന്റെ ചൂട് പോലും ആറുന്നതിന് മുമ്പ് ന്യൂസ് ഇന്ത്യ മലയാളം എന്ന് പറയുന്ന നമ്മുടെ ചാനലിൽ ആ വാർത്തകൾ കൃത്യമായി തന്നെ നമ്മൾ കൊടുക്കാറുണ്ട്. ആ ന്യൂസ് ഇന്ത്യ മലയാളം എന്ന് പറയുന്ന നമ്മുടെ ചാനൽ, ഇതല്ല പോയിന്റ് അല്ല, ന്യൂസ് ഇന്ത്യ മലയാളം എന്ന് പറയുന്നത് നമ്മുടെ ദൈനംദിന വാർത്ത കൊടുക്കുന്ന ചാനൽ. ആ ചാനൽ കൃത്യമായി ഫോളോ ചെയ്യുന്ന ഏതെങ്കിലും പ്രേക്ഷകരുണ്ടെങ്കിൽ അത് അറിയാൻ പറ്റും. ഞാൻ ഒന്നുപോലും മിസ് ചെയ്തിട്ടില്ല. ബംഗാളിൽ ഓരോ BJP നടത്തുന്ന നീക്കങ്ങളും കൃത്യമായി വിശദമായി തന്നെ പറഞ്ഞിട്ട് ഇന്നും ഒരു വാർത്ത അതിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം. അവിടെ എന്തുകൊണ്ടാണ് വെസ്റ്റ് ബംഗാളിൽ എന്ന് പറഞ്ഞാൽ, ആദ്യം അമിത്ഷാ ചെയ്ത കാര്യം 2016 കണക്കെടുക്കുകയായിരുന്നു. 10% വോട്ടും 3 സീറ്റുമാണ് ബംഗാളിൽ ഉണ്ടായിരുന്നത്. 2021 ആയപ്പോഴേക്കും 77 സീറ്റും 38% വോട്ടും കിട്ടി. അവിടുന്നാണ് അമിത്ഷായുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുന്നാണ് അദ്ദേഹം വെസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചൊരു വിഷയമുണ്ട്. പക്ഷേ നമ്മുടെ കേരളം പോലെയല്ല. വെസ്റ്റ് ബംഗാളിലുള്ള BJPക്കാർ, ഞാൻ ഇന്നലെ പറഞ്ഞു, ഒരു 90% BJPക്കാരല്ല. ഈ പാരമ്പര്യ BJPക്കാരല്ല. ഈ പാരമ്പര്യ BJPക്കാരെന്ന് പറയുന്നത് RSSലൂടെ, ABPയിലൂടെ, യുവമോർച്ചയിലൂടെ ഒക്കെ വന്നിട്ടുള്ള പരമ്പരാഗത ഈ സംഘപരിവാർ, സംഘ മനസ്സുള്ള ആളുകളെയാണ് നമ്മൾ ഈ പാരമ്പര്യമായിട്ട് ഒരു കുടുംബക്കാരെന്ന് പറയുന്നില്ലേ എന്ന് പറഞ്ഞാൽ പരിവാർ കുടുംബത്തിലുള്ള BJPക്കാരുണ്ട്. പിന്നെ അല്ലാതെ മറ്റു പാർട്ടികളിൽ നിന്ന് വരുന്ന BJPക്കാർ, 2 ടൈപ്പ് ഉണ്ട്. ബംഗാളിൽ എന്ന് പറഞ്ഞ ബഹുഭൂരിപക്ഷം പേരും CPM-ൽ നിന്ന് വന്നവരും തൃണമൂൽ കോൺഗ്രസ്, അവർ BJP ബംഗാളിലുള്ള നേതാക്കന്മാർ ബഹുഭൂരിപക്ഷം പേരും തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് വന്ന നേതാക്കന്മാരാണ് കൂടുതലുള്ളത്. അണികൾ ഏറെക്കുറെ എല്ലാം തന്നെ CPM-ൽ നിന്ന് വന്നിട്ടുള്ള അണികളുമാണ്. അപ്പൊ ഇതാണ് അവിടുത്തെ ഒരു പ്രശ്നം. കാരണം ഈ ഐഡിയോളജി ഇവരുടെ അടുത്തേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഓരോ പാർട്ടിക്കും ഓരോ സിസ്റ്റം ഉണ്ട്. BJP ഒരു കേഡർ പാർട്ടിയാണ്. ആ കേഡർ സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം ഇവരെ പഠിപ്പിക്കുക, ആനയെ കൊണ്ടൊന്നും ചട്ടം പഠിപ്പിക്കുക എന്ന പരിപാടിയില്ലേ. അപ്പൊ ഇവരെ ചട്ടം പഠിപ്പിച്ചെടുക്കുക വലിയ പാടാണ്. എങ്ങനെ പറയണം, എങ്ങനെ പെരുമാറണം, നമ്മുടെ രീതി എന്താണ്. ആദ്യം തന്നെ വന്ദേമാതരം പഠിപ്പിച്ചു കൊടുക്കണം. വന്ദേമാതരം പിന്നെ അവർക്കറിയാം, അവിടെ നിന്നാണല്ലോ വന്ദേമാതരം വന്നത് ബംഗാളിൽ. അപ്പൊ അത് പഠിപ്പിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രീതികൾ പഠിപ്പിച്ചു, ഇതെല്ലാം സിസ്റ്റത്തിൽ കൊണ്ടുവരണം. ആ സിസ്റ്റത്തിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അല്പം പ്രയാസകരമായ കാര്യം. അമിത്ഷാ ആദ്യം ചെയ്തത് അത് തന്നെയായിരുന്നു. അദ്ദേഹം ബംഗാളിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് സമയത്തല്ല വന്നത്. 2023 തൊട്ട്, അതുകൊണ്ട് 2023 അവസാനം 2024 തൊട്ട് അദ്ദേഹം അവിടെ സ്റ്റേ ചെയ്യുകയായിരുന്നു. അദ്ദേഹം ബംഗാളിൽ വരുന്ന, ഇതിനു മുമ്പ് നമ്മുടെ ന്യൂസിനെ വെള്ളം കണ്ടവർക്കറിയാം, ഞാൻ ഈ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് സമഗ്രമായി കൊടുത്തിരുന്നു. അദ്ദേഹം വന്ന് 15 ദിവസം അവിടെ താമസിച്ചിരുന്നു ബംഗാളിൽ. താമസിച്ചതിന് ശേഷം അദ്ദേഹം ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കംപ്ലീറ്റ് പ്രവർത്തകരെയാണ് ആദ്യം വിളിക്കുന്നത്. ബൂത്ത് തലത്തിലേക്കുള്ള പ്രവർത്തകരെ വിളിച്ചിട്ട് അവരുടെ വിഷയങ്ങൾ ചോദിക്കും. ഇതിനകത്ത് BJPയിൽ ഒരുപാട് ഗ്രൂപ്പിസം ഉള്ളൊരു സ്ഥലമായി ബംഗാൾ. ഒന്നിനൊന്നിനെ കണ്ടുകൂടാത്തൊരു സ്ഥലമാണത്. ഇതെല്ലാം പുള്ളി പഠിച്ചതിന് ശേഷം ഈ എല്ലായിടും ബൂത്ത് ശക്തിപ്പെടുത്താൻ പറഞ്ഞു. അതാണ് അദ്ദേഹം ആദ്യം ചെയ്തത്. എന്നിട്ട് പറഞ്ഞു ബൂത്തിന്റെ ഫീഡ്ബാക്ക് നേരെ കേന്ദ്രത്തിന്റെ ഒരു വാർ റൂം അദ്ദേഹം തുറന്നിരുന്നു. BJP ബംഗാളിന് വേണ്ടി മാത്രം ഡൽഹിയിൽ ഒരു വാർ റൂം തുറന്നിട്ട് ബൂത്തിന്റെ നേരിട്ടുള്ള ഫീഡ്ബാക്ക് എടുത്തു. അതായത്
ബൂത്ത് സാധാരണ അവരുടെ ഫീഡ്ബാക്ക് കൊടുക്കേണ്ടത് എങ്ങോട്ടാണ്? പഞ്ചായത്തിലേക്കും, പഞ്ചായത്ത് മണ്ഡലം ജില്ലയും സംസ്ഥാനം, അവിടെ നിന്നല്ല ഇങ്ങോട്ട് വരേണ്ട. അത് വേണ്ട, ഡെയിലി ഫീഡ്ബാക്ക് നേരെ പോകുന്നത് ഡൽഹിക്കാണ്. അപ്പൊ തന്നെ ഏകദേശം പൾസ് അറിയാൻ പറ്റി. എന്നിട്ട് മുഴുവൻ സംസ്ഥാന നേതാക്കളെയും വിളിച്ചു, അവരുടെ പ്രശ്നങ്ങളെല്ലാം കേട്ടു, കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു, ഇതൊരു കേഡർ പാർട്ടിയാണ്, കേഡർ സ്വഭാവത്തിൽ തന്നെ പോകണം, ഇല്ലെങ്കിൽ വിട്ടോളാൻ പറഞ്ഞു. ഇല്ല പൊക്കിയെടുത്ത് ദൂരക്കളയും, ഇല്ല നിങ്ങൾ വിട്ടു. കാരണം ഇനി ഒരു അവസരം ഉണ്ടാകാൻ പാടില്ല. കാരണം നിങ്ങളെല്ലാം ഞാൻ കേട്ടു, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ കുറെ അധികം പരിഹരിച്ചിട്ടുണ്ട്. ഒറ്റക്കെട്ടായിട്ട് വേണം, ഇതൊരു കേഡർ പാർട്ടി, ഇവിടെ ഒറ്റ ലീഡറേ ഉള്ളൂ, ഒരു നിർദ്ദേശമേ ഉള്ളൂ, അതെല്ലാം കൂടെ പാലിക്കണം. നിങ്ങളുടെ അസ്വാരസ്യങ്ങളോ നിങ്ങളുടെ വായിൽ നിന്ന് എന്തെങ്കിലും തരത്തിലൊരു സാധനമോ ബൂത്തിലേക്ക് എത്തരുത് എന്നാണ് അദ്ദേഹം ആദ്യം കൊടുത്ത നിർദ്ദേശം. എന്നിട്ട് ഇവർക്കിടയിൽ പുള്ളി ഒരു ഏകോപനം ഉണ്ടാക്കി, അതും ഡൽഹിയെ കളക്ട് ചെയ്യിച്ചു. അതായത് താഴെ തട്ട് കണക്ട് ചെയ്തു ഡൽഹിയിലേക്ക്. അപ്പം എന്ത് ചെറു ചലനങ്ങൾ ഈ നേതാക്കന്മാർ നടത്തിയാൽ പോലും കൃത്യമായിട്ട് തന്നെ ഡൽഹിയിൽ എത്തും. ഇതേപോലെ തന്നെ സംസ്ഥാന നേതാക്കളെല്ലാം കൂടെ ഏകോപിപ്പിച്ചിട്ട് ഒരു ഇത് കൊണ്ടുവന്നു. അതിനുശേഷം ഈ ബി ജെ പിക്ക് ഒരു ഇതുണ്ട്, പേജ് പ്രമുഖ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്, ഇലക്ഷനൊക്കെ വരും പേജ് പ്രമുഖ്. അതായത് ഒരു പിന്നെ വോട്ടർ പട്ടികയിൽ ഒരു പേജ് എടുത്തിട്ട് ഒരാൾക്ക് കൊടുക്കും, ബൂത്തിലുള്ള മീൻസ് ആ ബൂത്തിലെ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തെ കൊടുത്തിട്ട് പറയും, നിങ്ങൾ ഈ പേജ് മാത്രം, ഈ പേജിലുള്ള വോട്ടർമാരെ മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. അത് കുറവല്ലേ ഉള്ളൂ, 50 വോട്ടർമാരെയാണ് കാണേണ്ടത് ഒരു ബി ജെ പിയുടെ ബൂത്തില്. ഇത് 50 വോട്ടർ ബൂത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള വീടുകളൊക്കെ തന്നെയാണ് ബൂത്ത്. എന്റെ വീടിനടുത്തുള്ള 50 പേരെ ഞാൻ ഡെയിലി കാണുന്നതല്ലേ. ആ കാണുക, അവരുമായി സംസാരിക്കും. ഇന്നലെ യു പിയുടെ കഥ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ടാകും. അവിടുത്തെ പഞ്ചസാര മിൽ തൊഴിലാളികൾ ബൂത്ത്, ആ സെയിം സാധനം തന്നെയാണ് ഇവിടെ ബൂത്തിൽ പോവുക. പിന്നെ ഒരു നിർദ്ദേശം കൂടെ കൊടുത്തിരുന്നു, ഈ പോകുന്ന ആളുകൾ 10 പുതിയ വോട്ടർമാരെ ചേർക്കണം എന്നുകൂടി. എന്നിട്ട് ഇവർ ചെയ്ത് നമ്മൾ ഇത്രയും ചേർത്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഇവരുടെ ഈ വെബ്സൈറ്റിലും വാട്സപ്പിലൊക്കെ ഇവരെ കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനങ്ങളും ഇവർക്ക് അനുമോദനമൊക്കെ കൊടുക്കും. 10 പേരെ ചേർക്കണം. അങ്ങനെ ഒരാൾ ടോട്ടലി 60 പേരെ, 50 വോട്ടർമാരെ കാണണം, അതുപോലെ 10 പുതിയ വോട്ടർമാരെ ചേർക്കുകയും വേണം. ഇതാണ് ഇപ്പോഴത്തെ ടാർഗറ്റ്. പ്രവർത്തകർ, അത് പ്രവർത്തകരെയാണ്, ബൂത്തിനെയാണ് അമിത്ഷാ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചത്. അവിടെ നേതാക്കന്മാർ പറയുന്നു, ഇല്ല നേതാക്കന്മാരല്ല, അവരെ കേട്ടിരുന്നു എന്നുള്ളത് മാത്രമല്ല, ഈ ബൂത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്താണ് അദ്ദേഹം പോയത്. കാരണം അവിടെയാണല്ലോ ഒരു പൾസ് അറിയുന്നത്. എന്തുകൊണ്ടാണ് ഈ 60 എന്നുള്ള നമ്പർ കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബംഗാളിലെ മിക്കയിടത്തെയും തെരഞ്ഞെടുപ്പ് അതിന്റെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോഴാരും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒരു 5000 വോട്ടിന് താഴെയാണ് പലയിടത്തും ഈ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നത്. ഭൂരിപക്ഷം 5000 വോട്ടിന് താഴെ. ഈ 5000 മറികടക്കണമെങ്കിൽ 10 വോട്ട് വെച്ച് കൂടേണ്ടതായിട്ടുണ്ട് ബി ജെ പിക്ക്. 10 വോട്ട് വെച്ച് ഒരു ബൂത്തിൽ കൂടിക്കഴിഞ്ഞാൽ 200 ബൂത്തില് 10 വോട്ട് വെച്ച് കൂടിക്കഴിഞ്ഞാൽ എത്രയായി? 2000 വോട്ടായി. പിന്നെ ഒരു 600 വോട്ടൂടെ പിടിച്ചു കഴിഞ്ഞാൽ ഈ 5000 എന്നുള്ള ഭൂരിപക്ഷം മറികടക്കാൻ പറ്റും. 5000 എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതി കഴിഞ്ഞ ഭൂരിപക്ഷം തീർന്നല്ലോ. ഇപ്പൊ ധനുഷിന് 5000 ആണ് ഭൂരിപക്ഷം. ഞാൻ ധനുഷ് പിടിച്ച 5000ത്തിന് 2500 പിടിച്ചു കഴിഞ്ഞാൽ ധനുഷ് താഴെ പോയി. ഇതാണ് ആദ്യം ചെയ്ത ഒരു ടെക്നിക്ക് അവിടെ ചെയ്തത്. കൃത്യമായിട്ട് അത് പാലിച്ചു അവിടുത്തെ പ്രവർത്തകര്. അല്ലാതെ ഇവിടുത്തെ കണക്ക് മാറിക്കിടന്ന് ഉറങ്ങിയും ഉഴപ്പിയൊന്നുമില്ല. അവർ കൃത്യമായി തന്നെ ചെയ്യും. കാരണം അവർക്കൊരു ലക്ഷ്യമുണ്ടായി. കാരണം 10-15 വർഷമായിട്ട് അവരുടെ പ്രവർത്തകർ കൊല്ലപ്പെടുന്നു, അവരുടെ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നു, നാട് വിട്ട് അവരുടെ സഹോദരങ്ങൾ പോകുന്നു. അപ്പൊ അവർക്ക് തിരിച്ചു വരണം എന്നുള്ളൊരു വലിയ ഇച്ഛാശക്തിയിൽ അവർ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഇത് സൈലന്റ് ആയിട്ടുള്ള പ്രവർത്തനമാണ്. ഇതിനകത്ത് ഒരാള് പോയിട്ട്, ഇപ്പൊ ഞാൻ പോയിട്ട് എന്റെ അടുത്തുള്ള 10 വീടുകളിൽ കയറുന്നത് വാദ്യഘോഷങ്ങൾ വേണ്ട, അനൗൺസ്മെന്റ് വേണ്ട, കൊടിതോരണങ്ങൾ വേണ്ട, ഒന്നും വേണ്ട. ഞാൻ വഴി കൂടെ പോന്നു കയറുന്നു, ആർക്കും ഒന്നും പറയാനും ചിന്തിക്കാനും ഇല്ല. അവിടെ കയറുന്നു, ഇത് ചെയ്യുന്നു. അങ്ങനെ 60 വോട്ട് വെച്ച് എടുത്തു എന്നുള്ളതാണ് അവിടെ. എന്നിട്ട് ചെയ്തത് 2021 തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തോറ്റ 2ാം സ്ഥാനത്ത് വന്ന 40 മണ്ഡലങ്ങളുണ്ടായിരുന്നു. അത് സെലക്ട് ചെയ്തു. ആദ്യം സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമിത്ഷായ്ക്ക് മനസ്സിലായി അവിടെ 10,000 വോട്ടിനടുത്തും ബഹുഭൂരിപക്ഷം 5000 വോട്ടിന് താഴെയാണ് ബാക്കി. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയും വോട്ടിന് തോറ്റതെന്ന് ചിന്തിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിലായത് ഇവരെല്ലാം ഭയം കൊണ്ട് വോട്ട് ചെയ്യാതിരുന്നതാണ്. ഇവർക്ക് ഭയം കൂടാനൊരു കാരണം, ഫസ്റ്റ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ പോളിംഗ് ബൂത്തിൽ എത്തിക്കഴിയുമ്പോൾ പോളിംഗ് ഏജന്റ് ഇല്ല. ബി ജെ പിക്ക് പോളിംഗ് ഏജന്റ് ഇല്ല. ഇപ്പൊ ഞാനൊരു ബി ജെ പിക്കാരനാണ്. ഇവിടെ മുഴുവൻ തൃണമൂലിന്റെ ഗുണ്ടകളാണ്, TMC ഗുണ്ടകളാണ്. അവരെയൊക്കെ അതിജീവിച്ച് ഞാൻ പോളിംഗ് ബൂത്തിൽ എത്തുമ്പോൾ ഞാൻ പ്രതീക്ഷയോടൊന്ന് നോക്കുമല്ലോ എന്റെ ആൾക്കാർ ആരെങ്കിലും ബൂത്തിലുണ്ടോ എന്നുള്ളത്. അപ്പം ബി ജെ പിയുടെ പോളിംഗ് ഇത് ബംഗാളിലെ കഥയാണ്. ഇവിടെ പോളിംഗ് ഏജന്റ് ഉള്ള ബൂത്തിലാണ് ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നത്. എന്റെ വോട്ട് ആർക്കാണെന്ന് കൃത്യമായിട്ട് അവിടെ ഇരിക്കുന്ന ബാക്കി 2 പാർട്ടികൾക്കും അറിയാം. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ബി ജെ പിയുടെ ബൂത്ത് ഏജന്റിന് തന്നെ അറിയത്തില്ല. അവിടെ വന്നിട്ട് എന്റെ നമ്പർ ചോദിക്കുമ്പോഴത്തേക്കും അവിടുത്തെ ഇടതുപക്ഷത്തിന്റെ ആളുകൾ, കോൺഗ്രസ്സുകാരാണ് എന്റെ നമ്പരും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോഴും പുള്ളിക്ക് അറിയത്തില്ല. ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ചിരിക്കും. ഇതാണ് ഇവിടുത്തെ കാര്യം. അവിടെ അങ്ങനെയല്ല. അവിടെ കൃത്യമായത് 40,000 പേരെയാണ് ബൂത്ത് ഏജന്റുമാരായിട്ട് നേരത്തെ തന്നെ ട്രെയിൻ ചെയ്യിച്ചു. എന്നിട്ട് പറഞ്ഞു എന്ത് പ്രതിസന്ധി ഉണ്ടായാലും നമുക്കിനി ഒരു വോട്ട് പോലും കിട്ടാത്ത ഇടമാണെങ്കിൽ പോലും ഈ 40,000 പേരും ബൂത്തിലുണ്ടായിരിക്കണം, നിർബന്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൃത്യമായി ട്രെയിൻ ചെയ്യിച്ചു.
പിന്നെ അവർക്ക് ഉള്ളൊരു പ്രധാന പ്രശ്നം ഭയമാണ്. ഈ ഭയം മാറ്റണം. ഈ ഭയം മാറ്റുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം പ്രധാനപ്പെട്ട ഏരിയകളിൽ പോയിട്ട് അവിടെയുള്ള സാധാരണ ജനത്തിനെ വിളിച്ചു കൂട്ടിപ്പോൾ നിങ്ങളുടെ ഒപ്പം ഞാനുണ്ട്, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ ഡൽഹിയിലല്ല ഇവിടെ തന്നെയുണ്ട്. അത് മാത്രമല്ല നിങ്ങൾക്ക് സ്വതന്ത്രമായി വോട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും കേന്ദ്രം ചെയ്യും. നിങ്ങൾ സ്വതന്ത്രമായി ഭയമില്ലാതെ നിങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നാൽ നിങ്ങൾ വോട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഭയം മാറ്റിയെടുത്തു. ഭയം മാറ്റിയെടുക്കുക മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് അമിത്ഷാ അവിടെ വന്നിട്ട് അമിത്ഷായുടെ ഒരു പാറ്റേൺ ഇതുവരെ നമ്മൾ കാണുന്ന സാധാരണ അമിത്ഷാ അങ്ങനെ ഈ ക്രോധത്തോടോ വയലന്റ് ആയിട്ടോ ഒന്നും സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. പക്ഷെ ബംഗാൾ കഴിഞ്ഞ് കുറെ നാളായിട്ടുള്ള അമിത്ഷായുടെ പ്രസംഗങ്ങളെല്ലാം യൂട്യൂബിൽ അവൈലബിൾ ആണ്, എടുത്തു നോക്കി. കൃത്യമായിട്ടും മമതയെ കൊല്ലും തിന്നും തന്നെയാണ് പുള്ളി പറയുന്നത്. നിങ്ങളെ വെച്ച് വാഴിക്കത്തില്ല ഞാനെന്ന് പറഞ്ഞ് കൃത്യമായിട്ട് തന്നെ അത് പറയുകയും ധൈര്യം കൊടുക്കുകയും ചെയ്തു. അതിന് തൊട്ട് പിന്നാലെ ഇലക്ഷൻ തൊട്ട് മുമ്പ് 2700 കമ്പനി സൈന്യത്തെ കൂടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ജനത്തിന് ധൈര്യം വന്നു. ഇതാണ് അദ്ദേഹം ചെയ്ത ഒരു കാര്യം. ഇനി മറ്റ് പല കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനത് പോയിന്റ് ആയിട്ട് എഴുതി. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ ജനങ്ങൾക്ക് കൊടുത്ത മറ്റൊരു വാഗ്ദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇനി മമത ജയിച്ചു എന്ന് കരുതുക, ഇൻ കേസ് ജയിച്ചാൽ ഇവർ ഭയക്കും. കാരണം ഇവര് BJP കൂട്ടിയവരാണ്, ഇവരെ കൊല്ലും അവര്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു ഈ ജയിച്ചാലും തോറ്റാലും ഈ സൈന്യം ഒരു 2 മാസത്തേക്ക് ഒരു 60 ദിവസം ഇവിടെ തന്നെ കാണാം. അതിൽ 700 കമ്പനി CAPF പെർമനന്റ് ആയിട്ട് ഇവിടെ കാണും. അവർ 2 മാസം കഴിഞ്ഞാലും പോയില്ല. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ പേടിക്കണ്ട എന്ന് ഒരു ധൈര്യം കൂടെ കൊടുക്കും. ഈ ധൈര്യം കൂടി വന്നു കഴിഞ്ഞപ്പോഴേക്കും പാറ്റേൺ ആകെ മാറി. കാരണം ജനത്തിന് ധൈര്യം വന്നു. ഇന്നലെ ഞാനൊരു കാര്യം, നമ്മുടെ ഇന്നലെ മുതൽ ബംഗാളിലെ വീഡിയോ കാണുമ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടകളൊക്കെ ഓടിച്ചിട്ട് ജനം തല്ലുന്നുണ്ട്, തൃണമൂൽ കോൺഗ്രസിന്റെ ഓഫീസ് തകർക്കുന്നുണ്ട്. വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തായിരുന്നെങ്കിൽ ഞാൻ അതിനെ നിശിതമായി വിമർശിച്ചേനെ. പക്ഷെ ബംഗാളിൽ ഞാനത് വിമർശിക്കാൻ തയ്യാറാകത്തില്ല. കാരണം 15 വർഷം 2018 ഒരു യുവമോർച്ചയുടെ ഒരു പ്രവർത്തകൻ ഒരു ഗ്രാമത്തിൽ BJPക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞിട്ട് അവനെ പച്ചയ്ക്ക് കെട്ടിത്തൂക്കി അവന്റെ ടീഷർട്ടിന്റെ മുകളിൽ എഴുതി വെച്ചു, ഇവരോട് ഞങ്ങൾ മുന്നറിയിപ്പ് കൊടുത്തത് അവഗണിച്ച് വീണ്ടും ആ BJP പ്രവർത്തിച്ചാണ്. അങ്ങനെയുള്ളവന്റെ ഒരു പ്രതികാരമുണ്ടല്ലോ, ആ പ്രതികാരമാണ് ഇന്നലെ കാണുന്നത്. അതിനകത്ത് ഒരു കാര്യം, അതിന് വേറൊരു രസകരമായ സംഭവം നടന്നു. ഇത് 2012 നമ്മുടെ മമത വരുന്ന സമയത്ത് ഭയങ്കരമായ CPM-ന് നേരെ ആക്രമണം നടന്നു. അതിന് സമാനമായ ആക്രമണമാണ് ഇപ്പോൾ മമത നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, ഈ CPM-ന്റെ ഓഫീസുകൾ മുഴുവൻ മമതയുടെ ആക്കി മാറ്റിയത്. ഇന്നലെ കാണുന്ന കാഴ്ച, മമതയുടെ ഓഫീസിലൊക്കെ BJP-ക്കാരെ വന്ന് പച്ചയും കാവിയും പെയിന്റ് അടിച്ച് കംപ്ലീറ്റ് BJP ഓഫീസായിട്ട് മാറ്റുകയാണ്, ബാക്കിയുള്ള തീയിട്ട് കളയുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഒരിക്കലും വിഷമം തോന്നുന്നില്ല. കാരണം 15 വർഷം അതിനേക്കാൾ വലിയ ത്യാഗം അവിടുത്തെ ഹിന്ദുക്കൾ അനുഭവിച്ചിട്ടുണ്ട്, BJP-ക്കാർ അനുഭവിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് അത് നടന്നത്. പിന്നെ അതുപോലെ തന്നെ ഗൂർഖയുടെ സിലിഗുരി ആ ഭാഗത്ത്, ഡാർജിലിംഗ് ആ ഭാഗത്തൊക്കെ വരുമ്പോൾ ഗൂർഖ ഉള്ള ഒരു വലിയ വിഷയമുണ്ട്. അവർ പണ്ട് ഗൂർഖാലാൻഡ് ഒക്കെ വേണമെന്ന് പറഞ്ഞ് സമരം ചെയ്തവരാണ്. ഗൂർഖയുടെ ഒരു വലിയ വോട്ടേഴ്സ് ഉള്ള സ്ഥലം കൂടിയാണ്. അവിടെ വന്നിട്ട് അമിത്ഷാ പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ കയറുന്ന 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ പല പ്രശ്നങ്ങൾ, അവർക്കിപ്പോൾ ഗൂർഖാലാൻഡ് വേണമെന്നൊന്നുമില്ല, പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം. ഇവരെ 2ാം കിട പൗരന്മാരായിട്ടാണ് കാണുന്നത്. അവർക്ക് പ്രത്യേക പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ പാർട്ടിയൊക്കെ വിട്ടിട്ട് വാ, 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കാമെന്ന് പറഞ്ഞു. പിന്നീട് ചെയ്ത പണി, മമതയുടെ ഏറ്റവും വലിയ അവരുടെ ഏറ്റവും കൂടെ നിൽക്കുന്നത് മത്വ വിഭാഗമാണ്. ഈ മത്വ വിഭാഗത്തിൽ രേഖകളുള്ള എല്ലാവർക്കും പൗരത്വം കൊടുത്തു. അത് 2019 തന്നെ അമിത്ഷാ പറഞ്ഞു നിങ്ങൾക്ക് തരുമെന്ന്. ആ മമത സമ്മതിച്ചില്ല, അവർക്ക് കൊടുപ്പിക്കാൻ സമ്മതിച്ചില്ലായിരുന്നു. കൊടുക്കുമെന്ന് പറഞ്ഞു. അതിനകത്ത് രേഖകളുള്ളവരെല്ലാവരും വന്നു. രേഖയില്ലാത്തവർ മാറി നിന്നപ്പോൾ പറഞ്ഞു വിഷമിക്കേണ്ട, ഞങ്ങൾ ജയിച്ചു കഴിയട്ടെ, നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ. അവിടുന്ന് വന്നൊരു SC/ST വിഭാഗമാണ് ഹിന്ദു, എന്തെങ്കിലും ചെയ്യുമോ എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അവർ സൈലന്റ് ആയി, ഇവർ കൂടെ കൂടി. അതോടുകൂടി മമതയുടെ ഈ അടിവേരങ്ങ് ഇളകി തുടങ്ങി. ഈ മത്വ, മുസ്ലിം, പിന്നെ കുറെ ഹിന്ദു വോട്ടുകളായിരുന്നു മമതയെ ചെയ്ത്. ആ മത്വ 2ആക്കി. ഒരു വിഭാഗം BJP-യുടെ ഒപ്പം നിന്നു, മറുവിഭാഗം സൈലന്റ് ആയി. കാരണം അവർക്ക് രേഖയുമില്ല, ഒന്നുമില്ല. നാളെ BJP ഒന്ന് അടിച്ചിറക്കേണ്ടി വരും, ഇറങ്ങി ഓടേണ്ടി വരും. ബംഗ്ലാദേശിൽ പോകാൻ പറ്റുമോ? അവിടെ ഹിന്ദുക്കളെ തെരഞ്ഞെടുപ്പിച്ച് കൊന്നുകൊണ്ടിരിക്കുക. ചെകുത്താനും കടലും പെട്ടണക്കായിപ്പോയി. മമതയോടൊപ്പം നിൽക്കാനും പറ്റത്തില്ല, BJP-യെ തെറി വിളിക്കാനും പറ്റത്തില്ല എന്നുള്ള അവരെ സൈലന്റ് ആക്കി, ഇവരെ ഇതാക്കി എടുത്തു. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ അവിടുത്തെ ഒരു 500 കിലോമീറ്ററോളം അതിർത്തി തുറന്നു കിടക്കണം. നമ്മൾ പലപ്പോഴും ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. മമത സ്ഥലം വിട്ടു കൊടുത്തിട്ടില്ല കേന്ദ്ര സേനയ്ക്ക് അവിടെ വേലി കെട്ടുന്നതിന് വേണ്ടിയിട്ട്. അത് അമിത്ഷാ പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ കയറി 45 ദിവസത്തിനുള്ളിൽ അവിടെ വേലി കെട്ടുമെന്ന് പറഞ്ഞു. പിന്നെ അവിടുത്തെ സ്ത്രീകൾക്ക് മമത ഇപ്പോൾ 1500 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്, അവരുടെ ഒരു ക്ഷേമ പെൻഷൻ. അമിത്ഷാ പറഞ്ഞു ഞങ്ങളത് 3000 ആക്കി തരും. അവരത് മധ്യപ്രദേശിലൊക്കെ നടപ്പാക്കിയിട്ടുണ്ട് സ്കീമാണത്. നമ്മുടെ ശിവരാജ് സിംഗ് ചൗഹാൻ അത് നടപ്പാക്കിയിട്ടുണ്ട്. 3000 രൂപ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞു. ഒപ്പം തന്നെ തൊഴിൽരഹിതരായ യുവാക്കൾക്ക് 3000 രൂപ മാസം തരുമെന്ന് പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ കേരളത്തിലിരിക്കുന്ന തൊഴിൽരഹിതരായ യുവാക്കൾ വിചാരിക്കും കൊള്ളാമല്ലോ, ഇത് ഒരു തള്ളാണല്ലോ. തള്ളല്ല. കാരണം ഈ നൈപുണ്യ വികസന കേന്ദ്രം എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ ഒരു സ്കീമുണ്ട്, അത് കേരളത്തിലുണ്ട്. അവിടെ പഠിക്കുന്നവർക്ക് സ്റ്റൈഫൻഡ് കൊടുക്കുന്നുണ്ട്. അത് UP-യിലൊക്കെ 10000 രൂപ വെച്ചാണ് സ്റ്റൈഫൻഡ് കൊടുക്കുന്നത്. കാരണം അവിടെ പഠിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത്, അത് പഠിക്കാൻ എന്നതിന് പ്രത്യേക ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. ഞാൻ ഒരു വിദ്യാഭ്യാസവും ഇല്ല, എനിക്കിപ്പോൾ മരപ്പണി അറിയില്ല, മറ്റെന്തെങ്കിലും പണി അറിയാമെങ്കിൽ അത് അവിടെ പോയിട്ട് നൈപുണ്യം, നമ്മുടെ ആ ഒരു കഴിവിനെ വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ 3 ആഴ്ചത്തെ കോഴ്സാണ്. അത് 6 മാസത്തെ കോഴ്സുണ്ട്, 3 മാസത്തെ കോഴ്സ്. അതിന്റെ ഇങ്ങനെ ഈ കോളേജ് പഠനങ്ങളൊക്കെ അത് പോകാം. അത് ദിവസം 1 മണിക്കൂറോ ആഴ്ചയിൽ 1 മണിക്കൂറൊക്കെ ചിലവഴിച്ചാൽ മതി. അവർ സർട്ടിഫിക്കറ്റ് തരും. ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്നവരെ
രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് കമ്പനികളുണ്ട്, ഇന്റർനാഷണൽ കമ്പനികളും നാഷണൽ കമ്പനികളും ഒക്കെ. അവർക്ക് ആവശ്യമുള്ളവർ ഈ ഒരു ഡേറ്റാ ബാങ്കിൽ നിന്നാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അതുവരെ അവർക്ക് സ്റ്റൈഫൻഡ് കൊടുത്താൽ മതി. പഠിക്കുന്നതിന് സ്റ്റൈഫൻഡ് കൊടുക്കണമല്ലോ സ്വാഭാവികമായി തന്നെ. ആ സ്റ്റൈഫൻഡ് തന്നെയാണ് ഈ 3000 എന്ന് പറയുന്നത്. തള്ളല്ല, ഒറിജിനലായിട്ട് നടക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവിടെ നടത്താവുന്നതേ ഉള്ളൂ. പക്ഷെ BJP കേന്ദ്രത്തെ കണ്ടുകൂടാത്തതൊക്കെ കൊണ്ട് അത് അവർക്ക് കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്. അതായത് പിന്നീട് അവർ ചെയ്ത പണി വെച്ചാൽ, അമിത്ഷാ ചെയ്തത് ഓരോ പ്രദേശത്തിലും ഓരോ മണ്ഡലത്തിന്റെയും സാധാരണപ്പെട്ട പ്രവർത്തകരുടെയും ബൂത്ത് പ്രവർത്തകരുടെയും ലോക്കൽ നേതാക്കളുടെയും നിർദ്ദേശം അനുസരിച്ചിട്ടാണ് അവിടുത്തെ പ്രചാരണം സെറ്റ് ചെയ്തത്. അതായത് മോദി വരേണ്ടിടത്ത് ഇവരാണ് തീരുമാനിക്കുന്നത്. സാധാരണ പ്രവർത്തകരും ഈ ലോക്കൽ നേതാക്കളാണ് തീരുമാനിക്കുന്നത് ഇവിടെ മോദി വരേണ്ടത് ആവശ്യകതയുണ്ടോ, ഇല്ലെങ്കിൽ ഇവിടെ എന്താ. കാരണം ബംഗാളിനെ സംബന്ധിച്ച് ഏകീകൃതമായിട്ടുള്ള ഒരു കാര്യമല്ല അവർക്കുള്ളത്. അഴിമതിയുണ്ട്, ചില സ്ഥലങ്ങളിലൊക്കെ ഈ സന്ദേശകാരി പോലുള്ള സ്ഥലങ്ങളിൽ സ്ത്രീകൾ പീഡനത്തിലുണ്ട്. അപ്പം അതിന്റെ സ്ത്രീ വിഷയങ്ങളുണ്ട്, സ്ത്രീകളുടെ ഈ അതിക്രമമുണ്ട്, സുരക്ഷാക്കുറവുണ്ട്, തൊഴിലില്ലായ്മയുണ്ട്, വികസനം ഒട്ടുമെത്താത്ത സ്ഥലങ്ങൾ. അപ്പൊ സെപ്പറേറ്റ് ഒരുപാട് കാരണങ്ങൾ ബംഗാളിലുണ്ട്. ആ സെപ്പറേറ്റ് സ്ഥലങ്ങളിലൊക്കെ സെപ്പറേറ്റ് രീതിയിലുള്ള പ്രചരണങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമാണ് ചെയ്തത്. അത് എല്ലാം അവിടെ ചെയ്തതിന് ശേഷമാണ് പിന്നീട് അദ്ദേഹം മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട ഇത് ഞാൻ പറയുമ്പോഴത്തേക്ക് BJP മാത്രമല്ല ഹാർഡ് വർക്ക് ചെയ്തത്. കഴിഞ്ഞ 10 വർഷമായിട്ട് അവിടെ RSS വലിയ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ 1,70,000-ഓളം യോഗങ്ങളാണ് കഴിഞ്ഞ 2021 തൊട്ട് 2026 വരെ സംഘം അവിടെ നടത്തിയത്. യോഗങ്ങൾ എന്ന് പറയുമ്പോൾ റാലികൾ എന്ന് പറയുമ്പോഴത്തേന് എല്ലാവരും തെറ്റിദ്ധരിക്കും. ഈ മോഡിയൊക്കെ നടത്തുന്നത് ആളാക്കൂട്ടി മൈക്ക്, അതല്ല. ചെറിയ ചെറിയ കുടുംബ യോഗങ്ങൾ. ഹരിയാനയിൽ നമ്മളത് കണ്ടിട്ടുണ്ട്, ദില്ലി കണ്ടിട്ടുണ്ട്, മഹാരാഷ്ട്ര കണ്ടിട്ടുണ്ട്. അതേപോലെ 1,70,000 യോഗങ്ങൾ ഈ 5 വർഷത്തിനിടയ്ക്ക് അവർ നടത്തി. ഞാനത് ഇന്നലെയും ധനുഷോട് പറഞ്ഞു. ഞാനത് കോൺഫിഡൻസ് എനിക്ക് കൂടാനുള്ള കാരണം 50,000 രാമനവമി ഘോഷയാത്ര ബംഗാളിൽ നടന്നു എന്ന് ഇന്നലെ ഞാൻ പറഞ്ഞു. 50,000 രാമനവമി ഘോഷയാത്ര നടക്കുമ്പോൾ അത്രയും ജനത്തെ തെരുവിലിറക്കാൻ പറ്റി ഒരു ഐഡിയോളജിക്ക്. അത്ര 50,000 ഘോഷയാത്ര ചെറുതല്ല. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര നടക്കുന്നു. ആ ഒരു 2000 ശോഭായാത്ര നടത്തുന്ന ചെറിയ കാര്യമല്ല. 2000 ശോഭായാത്രയിൽ പങ്കെടുക്കുന്ന എത്ര ജനമാണ്, അത്രയും ജനത്തിനെ തെരുവിലിറക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പൊ സംഘം അതിന്റെ ഒരു വഴിക്ക് അതവർ നീങ്ങും. അത് അവിടെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് വർക്ക് കൊടുത്തത്. അതെല്ലാം കൂടെ ഈ മിങ്കിൾ ചെയ്തിട്ടുള്ള പരിപാടികളില്ല. നിങ്ങൾ നിങ്ങളുടെ പണി നോക്കൂ, ഇവരുടെ പണി നോക്കൂ. പിന്നെ മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നത്, ഈ പേജ് പ്രമുഖിന് കൊടുത്ത പണിയല്ലാതെ പേജ് പ്രമുഖ് വേറെ ഒരു പണിയും ചെയ്യണ്ട. അതായത് നിങ്ങൾ ഇത്രയും പേരെ കാണാനാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡ്യൂട്ടി, അത് ഡെയിലി അപ്ഡേറ്റ് ചെയ്യണം. അല്ല നിങ്ങൾ നാളെ പോയി കൊടികെട്ടണ്ട, ബാനർ കെട്ടണ്ട, പിന്നെ ആരെങ്കിലും കൂടെ പോകണ്ട, ഇതൊന്നും നിങ്ങൾ ചെയ്യണ്ട. അപ്പൊ പിന്നെ പ്രശ്നം ചെയ്യുന്നില്ല. അതിന് ചെറിയൊരു പണിയേ ഉള്ളൂ, അവനത് മാത്രം ചെയ്താൽ മതി. ഇത് തന്നെയാണ് എല്ലാവർക്കും കൊടുത്തത്. ഇത് ഒന്നാമത്തെ ഒരു കാര്യം. ഇതിനുശേഷം പിന്നെ ബംഗാളിന് ഒരു പ്രധാന പ്രശ്നം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബംഗാളിലെ നേതാക്കൾ തന്നെ പറഞ്ഞതിന്റെ പ്രശ്നം, അവർക്ക് ഈ പ്രചാരകന്മാരില്ല, മീൻസ് താരപ്രചാരകന്മാരില്ല. അവരുടെ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാനോ ഇല്ലെങ്കിൽ അത് നിയന്ത്രിച്ച് മുമ്പോട്ട് പോകാനോ അവർക്ക് നേതാക്കന്മാരില്ല. നിലവിൽ TMCക്ക് ഒരുപാട് നേതാക്കന്മാരുണ്ട്. കാരണം ആ സംസ്ഥാനത്ത് ഒരുപാട് നാളായിട്ട് വളർത്തിയെടുത്ത് ഒരുപാട് നേതാക്കന്മാർ. BJPക്ക് അതില്ലായിരുന്നു. അതിന്റെ കുറവ് അദ്ദേഹം നികത്തിട്ട് നിങ്ങൾ ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കണം. 14 റാലികളാണ് നരേന്ദ്രമോദി ബംഗാളിൽ നടത്തിയത്. 14 റാലി അദ്ദേഹം മാത്രം പങ്കെടുത്തിട്ടുണ്ട്. അമിത്ഷാ അതിന്റെ ഇരട്ടി യോഗങ്ങളിലും റാലിയിലും പങ്കെടുത്തിട്ടുണ്ട്. യോഗി ആദിത്യനാഥ്, അതായത് BJPക്ക് ഈ രാജ്യത്ത് എവിടൊക്കെ ഇച്ചിരിയെങ്കിലും ചെറുതും വലുതുമായ നേതാക്കൾ, നമ്മുടെ മൈഥിലി താക്കൂർ വരെ പോയിട്ട് അവിടെ ആറാടിയാണ് വന്നത്, ഭജന നടത്തുന്നു, മറ്റുള്ള അത് ഓരോരുത്തരെയും പിടിയാണ്. അത് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുത്തില്ല. അതായത് ഈ പറയുന്ന 293 മണ്ഡലങ്ങളിലും അതിനകത്ത് ഒരു 55 മണ്ഡലങ്ങൾ ഒഴിച്ചിട്ടിട്ടായിരുന്നു വർക്ക് ചെയ്തത്. കാരണം 55 മണ്ഡലങ്ങൾ BJPക്ക് കടന്നു കയറാൻ കഴിയാത്തത് ഈ പുറത്തുനിന്നുള്ള മുസ്ലിംസ് കയറിയതും ഒക്കെ നന്നാണ്. ഇനി അവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം കൂടെ ഉണ്ട്. മൂർഷിദാബാദ്, നാദിയ അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾ ബഹുഭൂരിപക്ഷം ഉള്ള മണ്ഡലങ്ങളിൽ BJP ജയിച്ചു കയറി. ഇതിലാണ് ഞാൻ പറയുന്നത്, ഈ മുസ്ലിങ്ങളെ മുഴുവൻ ഈ കേരളത്തിൽ ഇരുന്നുണ്ട്, കേരളത്തിൽ ഈ സുഡാപ്പിയെ കണ്ടോണ്ടോ, ജമാഅത്ത് ഇസ്ലാമിയെ കണ്ടോണ്ടോ, മുസ്ലിം ലീഗിനെ കണ്ടോണ്ടോ മുസ്ലിങ്ങളെ അടക്കാൻ നിൽക്കരുത്. അവര് ഈ അസാമിലെ മുസ്ലിമിനെ ആയാലും ബംഗാളിലെ മുസ്ലിമിനെ ആയാലും ഇപ്പോ UP മുസ്ലിമിനെ ആയാലും ഗുജറാത്തിലെ മുസ്ലിമിനെ ആയാലും ഒക്കെ നമ്മളുടെ ആളാണ് അതേ കണ്ണുകൊണ്ട് കാണാൻ ശ്രമിക്കരുത്. രണ്ടും രണ്ടായിട്ട് തന്നെ കാണണം. കാരണം ഇവിടെ എല്ലാ സുഖവും അനുഭവിച്ച് സുഖലോലുപതയിൽ കിടന്ന് 1.5 ലക്ഷം രൂപയുടെ ഫോണും വെച്ച് തള്ളിക്കൊണ്ടിരിക്കുന്നവനൊക്കല്ല അവിടെ കിടക്കുന്നത്. ബംഗാളിൽ ഞാൻ എപ്പോഴും കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ ഈ ചർച്ചകളിലൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. ബംഗാളില് ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന തദ്ദേശീയ മുസ്ലിംസ് ആണ്. ആ മുസ്ലിംസ് എല്ലാം ഒറ്റക്കെട്ടായിട്ടിരുന്നു. BJP അവർക്ക് കൊടുത്ത ഓഫർ, നിങ്ങൾ നമ്മളൊപ്പം നിൽക്കുക. കാരണം നിങ്ങൾ ഈ മണ്ണ് ജനിച്ച് വളർന്നവരാണ്, ഈ മണ്ണ് ജനിച്ച് വളർന്ന ഈ നാടിന്റെ മക്കളാണ്. നിങ്ങളുടെ അവകാശങ്ങളാണ് മമത ഇപ്പൊ പുറത്തുനിന്ന് കൊണ്ടുവന്ന മുസ്ലിംസിന് വാരിക്കോരി കൊടുത്തിരിക്കുന്നത്. അവരല്ല, ഇത് ഇവരത് അനുഭവിക്കുന്നവരാണ്. പുറത്തുനിന്നുള്ള മുസ്ലിംസിന്റെ കീഴിൽ അടിമകളായി ജീവിക്കേണ്ടി വരുന്ന ഇപ്പം ഞാൻ ചോദിച്ചിട്ട്, ഞാൻ ഈ നാട്ടിൽ ജനിച്ചു വളർന്നതാണ്. നാളെ പിന്നെ ദുബായിൽ നിന്ന് വരുന്ന ഒരാൾ, ഇല്ലെങ്കിൽ അമേരിക്കൻ സായിപ്പന്മാർ എന്നെ ഭരിച്ചുകൊണ്ടിരുന്ന എനിക്ക് എന്താണ് തോന്നുന്നത്? എനിക്കൊരു വികാരം തോന്നുന്നു. എനിക്ക് അതിനെ അവരെ എതിർക്കാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എതിർക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരുത്തൻ വന്നാൽ അവന്റെ കൂടെ പോകും. അതുകൊണ്ടാണ് അവിടുത്തെ മുസ്ലിംസ് ജയ് ശ്രീരാം വിളിക്കാൻ പോലും തയ്യാറായത്. എന്തുകൊണ്ടാണ്? അവർക്കൊരു രക്ഷകനെ കിട്ടി, മോദി എന്ന് പറയുന്ന രക്ഷകൻ. അതുകൊണ്ട് ഇവിടെ പോയതാണ്. ആ മുസ്ലിംസ് ഒരു വലിയ വിഭാഗം BJP സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രത്യക്ഷമായ തെളിവാണ്. അതാണല്ലോ ഈ ന്യൂനപക്ഷ മണ്ഡലങ്ങളിൽ പോലും BJP കയറിയത്.
ഇനി ബീഹാറിൽ വന്നു നോക്കൂ. ബീഹാറിലെ ഇപ്പോഴത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവം? മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ ബഹുഭൂരിപക്ഷവും BJP-യും JDU ആണ് ജയിച്ചത്. ബഹുഭൂരിപക്ഷം മണ്ഡലം അവിടെ കോൺഗ്രസും ജയിച്ചിട്ടില്ല, മറ്റേ ലാലുവിന്റെ പാർട്ടിയും ജയിച്ചിട്ടില്ല. UP-യിൽ പല മണ്ഡലങ്ങളും ജയിക്കുന്നുണ്ട്. പസ്മന്ത മുസ്ലിംസ് അവിടെ 27%. അവർക്കൊന്നും ഒരു അടിസ്ഥാന ഇതിങ്ങനെ ഈ പാവങ്ങളെല്ലാം കൂടെ ആട്ടി തെളിച്ചോണ്ട് മറ്റവന്മാര് ഈ അപ്പർ ക്ലാസ് മുസ്ലിംസ് അല്ലെങ്കിൽ മുസ്ലിം സംഘടനകൾ ഇവരെ സമരത്തിന് കൊണ്ടുപോവുക, കലാപത്തിന് പേരിപ്പിക്കുക, ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവർക്കിപ്പോ എന്ത് പറ്റി? ഗ്യാസ് കിട്ടി, വീട് കിട്ടി, കക്കൂസ് കിട്ടി കഴിഞ്ഞപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഈ നാട്ടിലെ വികസനമാണ്, അതാണ് മോദി എപ്പോഴും ഉപയോഗിക്കുന്ന വാക്ക്, സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന്. അത് വെസ്റ്റ് ബംഗാളിൽ അത് നേരത്തെ മുതലുണ്ട്, ആസാമിൽ നേരത്തെ മുതൽ. ഞാനിത് ഇവിടെ നിന്ന് പറയുമ്പോഴത്തേനും ഇവിടെ ഉള്ള ആർക്കും വിശ്വസിക്കും. കാരണം ഇവിടെ ഉള്ളവർക്ക് ഒരു തിയറി ഉണ്ട്, മുസ്ലിംസ് BJP വിരുദ്ധരാണ്. ഇല്ലെങ്കിൽ ഇവിടെ ഗതികെട്ട മുസ്ലിംസ് ഒരുപാടുണ്ട്. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒറ്റമുറി വീട്ടിൽ താമസിക്കുന്ന, ഇല്ലെങ്കിൽ ഒരു ടാപ്പ വലിച്ചിട്ട് താമസിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവിടെ മലപ്പുറത്തും പൊന്നാനിയിലും കാണുന്ന വലിയ അമ്പരചുംബികളായി വീട്ടിൽ കിടക്കുന്നവരെ ആയിട്ട് താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ നടക്കില്ല. അവരുടെ മനസ്സ് വേറെ. ഇപ്പൊ ഞാൻ ഈ ബംഗാളിൽ മുസ്ലിംസിന്റെ ഇടയ്ക്ക് BJP-ക്ക് ജയിച്ചു കയറാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ബംഗാളിലെ മുസ്ലിംസ് അനുഭവിക്കുന്ന ഒരു വലിയ പീഡനമുണ്ട്. ഇവിടെ പറഞ്ഞത് എന്താണ് പറഞ്ഞത്? ബംഗാളിലെ മുസ്ലിംസിനെ മുഴുവൻ BJP കൊന്നൊടുക്കുകയാണ്. അവിടെ തദ്ദേശീയരായ മുസ്ലിംസ് അല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്, പുറത്തുനിന്ന് മുസ്ലിംസ് ആണ്. ഏതാണ്ട് 6 ജില്ലകളിൽ പുറത്തുനിന്ന് റോഹിംഗ്യ അടക്കമുള്ള മുസ്ലിംസ് ബഹുഭൂരിപക്ഷമാണ്. തദ്ദേശീയമായ മുസ്ലിങ്ങളെ എല്ലാം കാർന്നു നിർത്തിയിരിക്കുകയാണ് അവര്. ആ ഒരു വിഭാഗം ഹിന്ദു ഒരു വലിയ രീതിയിൽ കൺസോൾട്ടേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നെ ഈ പ്രാദേശികമായിട്ട് തന്നെ ആ തന്ത്രങ്ങൾ മെനഞ്ഞിരുന്നു എന്നുള്ളതാണ് കൃത്യമായി ശ്രദ്ധിച്ച മനസ്സിലായി. നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. ഭവാനിപ്പൂരിലടക്കം BJPയുടെ കൊടിയല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ജയ് ശ്രീരാം എന്ന് എഴുതിയ കൊടിയാണ്. ജയ് ശ്രീരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമതയ്ക്ക് ഹറാമാണ്. ജയ് ശ്രീരാം എന്ന് കേട്ടാലോ കണ്ടാലോ വലിച്ചു കീറിക്കളെ. തൃണമൂൽ കോൺഗ്രസ് ഈ കൊടി കീറും, ജനം സംഘടിച്ചെത്തും. BJPക്കാരായിട്ടുള്ള ജനമൊന്നുമല്ല. ശ്രീരാമന്റെ കൊടി കീറുന്നോടെ പവിത്രമായി കൊടി കീറുന്നു എന്ന് വെച്ചിട്ട് വരുന്നൊരു സാധനമുണ്ട് അവിടെ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപാട് അവിടെ സോഷ്യൽ എഞ്ചിനീയറിംഗും മറ്റും നടന്നിട്ടുണ്ട്. അതാണ് ബംഗാളിന്റെ ഒരു കഥ. അവിടെയാണ് ഞാൻ ഇന്നലെ ഈ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കേരളത്തിൽ എങ്ങനെ പിടിക്കാൻ പറ്റും? 27% മുസ്ലിംസ് ഉണ്ട്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് 30-35% വരുന്ന മുസ്ലിംസ് ഉള്ള ബംഗാൾ ഈസി ആയിട്ട് ഭരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെയും പറ്റും. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ മുസ്ലിംസ് ഇല്ല. മുസ്ലിംസ് കുറവാണോ ഇന്ത്യയിൽ? പല UP-യിലില്ലേ? കുറവല്ല. ബീഹാറിലില്ലേ? കുറവല്ല. അപ്പൊ എല്ലായിടത്തും ഉണ്ട്. അപ്പൊ അതിനെ മറികടക്കാൻ തന്ത്രങ്ങൾ പറ്റും. ഇതിന്റെ ഒപ്പം തന്നെ വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് ഒരു ടീം ഉണ്ടാകണം, ഒരു പ്രവർത്തകരുണ്ടാകണം. എന്നാൽ മാത്രമേ ഇത് മുമ്പോട്ട് പോകത്തുള്ളൂ. ഈ സാധനം ഐഡിയകൾ നമുക്കുണ്ടാകാം. ഐഡിയകൾ ഫേസ്ബുക്കിൽ എഴുതി ഇട്ടത് കൊണ്ടോ അല്ലെങ്കിൽ പ്രസംഗിച്ചതുകൊണ്ടോ കാര്യമില്ല. ഈ ഐഡിയക്കൊപ്പം നിൽക്കാൻ പറ്റുന്ന ഒരാളും നമ്മൾ കട്ടയ്ക്ക് ഇറങ്ങേണ്ടി വരും. എന്നാൽ മാത്രമേ കിട്ടൂ. ഇതെനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട്. ഇന്നലെ ബെൻസോളിലാണെന്നാണ് എന്റെ വിശ്വാസം. അവിടെ ഒരു ക്ഷേത്രം, അത് മമത അധികാരത്തിൽ കയറി അസാൻസോളില് മമത 15 വർഷമായിട്ട് പൂട്ടിയിട്ടൊരു ക്ഷേത്രമാണ്. ഹിന്ദുക്കളുടെ ദുർഗാദേവി ക്ഷേത്രമാണ്. അതായത് മമത പറഞ്ഞിട്ട് ഇവിടെ വർഗീയ സംഘർഷം ഉണ്ടാകും ക്ഷേത്രം തുറന്നാലെന്ന്. പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ജനം കയറി ക്ഷേത്രം തുറന്നു. തന്ത്രി വേണ്ട, ദേവപ്രശ്നം ചെയ്യേണ്ട, ഒന്നും വേണ്ട. ജനം കയറുന്നു, ക്ഷേത്രം തുറങ്ങുന്നു, അവിടെ അഭിഷേകം നടത്തുന്നു, വലിയ ആഹ്ലാദം നടക്കുന്നു. ഇതുപോലുള്ള അനവധി ക്ഷേത്രങ്ങൾ അവിടെ തുറന്നിട്ടുണ്ട്. ബംഗാളില് ഇന്നലെ സുവേന്ദു അധികാരി പറഞ്ഞൊരു കാര്യമുണ്ട്. സനാതനികളെ എന്ന് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ നാട്ടിൽ ജനിച്ചു വളർന്ന മുസ്ലിംസ് ഞങ്ങളോടൊപ്പം നിൽക്കുന്നവരാണ്, ഞങ്ങളുടെ ആൾക്കാരാണ്. അവരും ഈ ഹിന്ദു ഇവിടെ ഒന്നിച്ച് ബംഗാൾ ഭരിക്കും, മുമ്പോട്ട് പോകുമെന്ന് പറയുന്ന ഒരു കാഴ്ച. പിന്നെ അമിത്ഷാ അവിടെ ജനങ്ങൾക്ക് കൊടുത്തൊരു വലിയ മുദ്രാവാക്യമുണ്ട്. അത് ഭയങ്കരമായിട്ട് അവിടെ സ്ട്രൈക്ക് ചെയ്തൊരു മുദ്രാവാക്യമുണ്ട്. എന്താണെന്നറിയാമോ? ബംഗാളിന്റെ മണ്ണിൽ, അതായത് മണ്ണിന്റെ മക്കൾ നിങ്ങളെ ഭരിക്കുമെന്നാണ് പറഞ്ഞത്. മണ്ണിന്റെ മക്കൾ നിങ്ങളെ ഭരിക്കും. അതായത് ബംഗാളിൽ ജനിച്ച്, ബംഗാളിൽ പഠിച്ച്, ബംഗാളിൽ വളർന്നവർ നിങ്ങളെ ഭരിക്കും എന്ന് അദ്ദേഹം അത് പറയുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് എന്താണ്? പുറത്തുനിന്ന് വന്നവരാണ് ഇതുവരെ നിങ്ങളെ ബംഗാളെ ഭരിച്ചിരുന്നത്, റോഹിംഗ്യ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് വന്നവരാണ് നിങ്ങളെ ഭരിച്ചിരുന്നവർ, ഇല്ലെങ്കിൽ അവരുടെ ആൾക്കാരെ നിങ്ങളെ ഭരിച്ചു. അതിന് ഉണ്ടാകില്ല. നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ഈ മണ്ണിന്റെ മക്കൾ നിങ്ങളെ ഭരിക്കുമെന്ന് പറഞ്ഞതോടുകൂടിയാണ് അവിടെ വലിയ രീതിയിൽ തന്നെ വോട്ട് എഴുതി. ഭവാനിപ്പൂരിലൊക്കെ 15,000 വോട്ടിന് മുകളിലാണ് ശ്രീ കുമാരി മമതാ ബാനർജി തോറ്റ് തുന്നമ്പാടി എന്നുള്ളതാണ്. വലിയ രീതിയിൽ തന്നെ ബംഗാളിൽ ഈ അടുത്ത കാലത്തൊന്നും ഇനി ഒരു രാഷ്ട്രീയ മാറ്റവും ഉണ്ടാകില്ല. കാരണം ഉറച്ചു കിടന്ന ഒരു രാഷ്ട്രീയ മനസ്സിലേക്കാണ് BJP വളരെ, ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, ഹാർഡ് വർക്കിന്റെ ഫലമാണ്. കേരളത്തിലും അങ്ങനെയല്ല സംഭവിച്ചത്. ഈ കഴക്കൂട്ടം BJPക്ക് സ്വപ്നം കാണാൻ പറ്റുന്ന മണ്ഡലമായിരുന്നു. എത്രയോ വർഷമായിട്ട് അവർ അടുത്തിട്ട് പണിയെടുക്കുന്നത്. അതിന് ഒരു വലിയ ക്രെഡിറ്റ് ശ്രീ വി മുരളീധരന് കൊടുക്കണം. എനിക്ക് തോന്നുന്നു അദ്ദേഹം അവിടെ വീടെടുത്തിട്ട് തന്നെ താമസം തുടങ്ങിയിട്ട് 4-5 വർഷങ്ങൾക്ക് മുകളിലായെന്നാണ് എനിക്ക് തോന്നുന്നത്. BB ഗോപകുമാർ അദ്ദേഹം കോൺഗ്രസിന്റെ, എനിക്ക് അദ്ദേഹത്തിന്റെ കഥ കേട്ടപ്പോൾ തോന്നിയിട്ടുള്ളത് ഈ ഹിമന്ത് വിശ്വ ശർമ്മയുടെ കാര്യങ്ങളൊക്കെ. അത് ഇദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു എന്നാണ് കേൾക്കുന്നത്, BB ഗോപകുമാർ. അതിനുശേഷം SNDP-ന്റെ നേതാവായി വരും. അദ്ദേഹവും ഇത്രയും വർഷം തോറ്റിട്ടും അവിടെ കിടന്ന് പണിയെടുത്താണ് ഈ വിജയം നേടി. ഒരു സുപ്രഭാതത്തിൽ കിട്ടുന്ന വിജയമല്ല. ഹാർഡ് വർക്ക് ചെയ്തിടത്തെല്ലാം BJPക്ക് കേരളത്തിൽ വോട്ട് കൂടിയിട്ടുണ്ട്. നമ്മുടെ ശ്രീമാൻ ശങ്കൂറ്റി ദാസ് ഷൊർണൂർ, അദ്ദേഹം വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിച്ചു. ശ്രീ
മേജർ രവി അടിത്തട്ടിൽ വലിയ രീതിയിൽ തന്നെ പണിയെടുത്ത ഈ പുറമേയുള്ള നേതാക്കൾ മാത്രമല്ല അടിത്തട്ടിൽ ചലിപ്പിക്കാൻ കൂടി കഴിയുമ്പോഴാണ് വോട്ട് വർധനമെന്ന് പറയുന്ന ഒരു വലിയ കാര്യത്തിലേക്ക് പോകുന്നത്. പുറമേ ഓളം ഉണ്ടാക്കാവുന്ന അവസാന ഒരു രീതി മാത്രം. ബംഗാളിലൊക്കെ അവസാന സമയത്ത് മാത്രമാണ് BJP വലിയ ഓളത്തിലേക്ക് പോയത്. ഈ കഴിഞ്ഞ 5 വർഷം ഒരു സൈലന്റ് ആയിട്ട് നടന്ന വർക്കുകളാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വിശദീകരിച്ചത്. ഇതാണ് ബംഗാളിലെ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് നമ്മുടെ ന്യൂസിന്റെ മലയാളം കാണുന്നവർക്കാണെങ്കിൽ അപ്പോൾ ഒരുപക്ഷെ മനസ്സിലുണ്ടാകുമായിരിക്കും. ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഒന്നുകൂടെ നമ്മൾ റിവീൽ ചെയ്തിരിക്കുന്നത്. അവർക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ എങ്ങനെയാണ് അവിടെ പിടിച്ചത് എന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്.